ഇന്നൊരു അരവണ പായസത്തിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ശബരിമലയിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിലുള്ള പായസം എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അരവണ പായസം തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഇത് 125 ml കപ്പിൽ 1 കപ്പ് ഉണക്കല്ലരിയാണ്. ഇതിനു പകരം നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന മട്ട റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി അരി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 3 കപ്പ് ശർക്കര കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അരവണ പായസം തയ്യാറാക്കുമ്പോൾ നല്ല കളറുള്ള കറുത്ത ശർക്കര എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പായസം തയ്യാറാക്കിയതിനു ശേഷം അതിലേക്ക് വറുത്ത് ചേർക്കാനായി 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് വേണം. ഇനി ഇതിലേക്ക് സ്കിപ്പ് ചെയ്യാതെ ചേർക്കേണ്ട മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആണ് ഉണക്കമുന്തിരി. കറുത്ത കളറുള്ള കുരുവില്ലാത്ത ഉണക്കമുന്തിരി വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. കൂടാതെ ഒരു 6 ടേബിൾ സ്പൂൺ വരെ നെയ്യും അതുപോലെ തന്നെ അവസാനം നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നാൽ എങ്ങനെ പായസം തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഇതുപോലൊരു അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. തീയൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നെയ്യ് ചൂടായി വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് കളർ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരി നല്ലപോലെ തന്നെ കഴുകി നന്നായി വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ അരി നമുക്ക് 2 മുതൽ 3 മിനിറ്റ് വരെ നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പായസം തയ്യാറാക്കുമ്പോൾ അരി വെന്തുടഞ്ഞു പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റോളം ഞാൻ ഈ അരി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എളുപ്പത്തിൽ വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതേ പാത്രത്തിൽ തന്നെ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് 40 മിനിറ്റ് വരെ ചിലവാകും. എളുപ്പത്തിൽ വേവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പ്രഷർ കുക്കറിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നത്. അരി പ്രഷർ കുക്കറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഏത് കപ്പിലാണോ നമ്മൾ അരി അളന്നെടുത്തത് അതേ കപ്പിൽ തന്നെ 6 കപ്പ് നല്ല ചൂടുള്ള വെള്ളം വേണം അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുന്തിരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ മുന്തിരിയും ശർക്കര പാനിയും കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥ ആ അരവണ പായസത്തിന്റെ രുചി നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഉണക്കമുന്തിരി ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ചു കൊടുക്കാം. എന്നിട്ട് ഈ അരി ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യത്തെ വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടും പിന്നീട് ഒരു 2 വിസിൽ ലോ ഫ്ലെയിമിലിട്ടും വേണം അരി വേവിച്ചെടുക്കാൻ. അരി അധികം വെന്തു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുക്കറിലെ പ്രഷർ എല്ലാം പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. നമ്മൾ നേരത്തെ അരി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 3 കപ്പ് ശർക്കരയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ശർക്കരയിലേക്ക് നമ്മൾ അത് അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1-2 കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് നമുക്ക് ഈ ശർക്കര നന്നായി ഒന്ന് ഉരുക്കിയെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് പ്രഷർ കുക്കർ ഒന്ന് തുറന്നു നോക്കി അതിലെ അരിയുടെ പാകമെല്ലാം ഒന്ന് നോക്കാം. അരി ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ കറുത്ത മുന്തിരികളെല്ലാം തന്നെ നല്ല പോലെ തന്നെ ഒരു തവി ഉപയോഗിച്ച് ഉടച്ചെടുക്കണം. ഇതിൽ വെച്ചുടയ്ക്കുകയോ അല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ നിന്നും എടുത്തു മാറ്റിയതിനു ശേഷം ഉടച്ച് വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയോ ചെയ്യാം. മുന്തിരിയെല്ലാം നന്നായി ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ അരി വറുത്ത അതേ പാത്രത്തിലേക്ക് തന്നെ ഒന്ന് മാറ്റി കൊടുക്കണം. എന്നിട്ട് ഉരുക്കിയെടുത്ത ശർക്കര കൂടി ഇതിലേക്ക് അരിച്ചൊന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ ശർക്കരയും അരിയും എല്ലാം തന്നെ നല്ലപോലെ യോജിച്ചു വരുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ശർക്കര ചേർത്തതിനു ശേഷം അരി വേവില്ല. അതുകൊണ്ട് തന്നെ അരി ആവശ്യത്തിനുള്ള വേവായതിനു ശേഷം മാത്രമേ ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. അരവണ പായസമായതുകൊണ്ട് അധികം വെന്തുടയാനും പാടില്ല. ഇത് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇടവിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ സമയം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇടവിട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അരവണ പായസത്തിൽ ഇതുപോലെ നന്നായി നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ആവശ്യത്തിനൊന്ന് കുറുകി വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം കൽക്കണ്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്.
കൂടെ തന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ വറുത്തു മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാ കൊത്ത് കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ അരവണ പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു അരവണ പായസം റെസിപ്പി നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമെല്ലാം എന്നെ ഒന്ന് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.